ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വാലന്റൈൻസ് ഡേ ആണ് ഗവൺമെന്റ് ഇപ്രാവശ്യം തരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറേ ആളുകൾ അതിനെതിരെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വാലന്റൈനും കിട്ടാതെ ആരുമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് ഒരു വാലന്റൈനെ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു പോളിസി അല്ലേ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് മാത്രമാണോ? ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പശുവിൻ്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കാനാണ്. അതിന് വല്ല ആനയോ കുതിരയോ അല്ലെങ്കിൽ വല്ല കരടിയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു, നമ്മൾ എയറിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സയന്റിഫിക്കലി കൊണ്ടുവന്നിട്ടുള്ള തീരുമാനമാണിത്. സയന്റിഫിക്കലി എന്ന് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പോൾ നമുക്ക് പശുവിനെ കെട്ടിയിട്ടുള്ള കയറിന്റെ റേഡിയസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെരിമീറ്ററിന്റെ പുറത്ത് നിന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റും അല്ലേ? മാത്സ് നോക്കിയിട്ട് നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി അത് മാത്രമാണോ? മാസും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തൊഴിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മൊമെന്റത്തിൽ വരും എന്നുള്ള ഫിസിക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ എത്രമാത്രം നമുക്ക് ഇഞ്ചുറി വരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം. ഇനി ബയോളജിക്കലി ആ ഇഞ്ചുറിയിൽ എന്തൊക്കെയാണ് ഒരു മാക്സിമം പോവുകയാണെങ്കിൽ ഒരു ആനയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഇഞ്ചുറി വരുള്ളൂ എന്നുള്ളതും ഗവൺമെന്റ് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രമാത്രം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള വേറെ ഏത് ടെക്നിക്കാണുള്ളത്? അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത വാലന്റൈൻസ് ഡേക്ക് വല്ല ഒട്ടക പക്ഷിനെയോ അല്ലെങ്കിൽ വേറെ മയിലിനെയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്.